നമ്മൾ ഒരു ബേസുള്ള ആളാണെങ്കിൽ കുറച്ചെങ്കിലും സ്ട്രെങ്ത് ഉള്ള ആളാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 3-4 മാസം കൊണ്ട് ഒരു 3 മാസം കൊണ്ടൊക്കെ ചിലപ്പോൾ ഫിസിക്കലി സെറ്റാക്കി എടുക്കാൻ പറ്റും നമുക്ക്. എന്നുവെച്ചാൽ ഒരു 50%. പിന്നെ തീരെ സ്ട്രെങ്ത് ഇല്ല, ഒരു ആക്ടിവിറ്റിക്കും പോകണില്ലാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഒരു 5-6 മാസമൊക്കെ എടുക്കും ഒരു ഫിസിക്കലി സെറ്റാവാനും എല്ലാ ഐറ്റം സെറ്റാവാൻ വേണ്ടിയിട്ടും സ്ട്രെങ്ത് ആവാനും കുറച്ച് ടൈം എടുക്കും. എന്ന് വെച്ചാൽ തീരെ മസിലുകൾ തീരെ സ്ട്രെങ്ത് ഉണ്ടാവില്ല അവർക്ക്. ഒന്നേന്ന് തൊട്ടിട്ട് നമ്മൾ തന്നെ നടത്തി കൊണ്ടുവരണം, കുഞ്ഞു പിള്ളേരൊക്കെ നടത്തി കൊണ്ടുവരുന്ന പോലെ അത്ര വേണം. പിന്നെ നല്ല സ്ട്രെങ്ത് ഉള്ളവരുണ്ട് എന്ന് വെച്ചാൽ ഡെയിലി പോകണവർ, അത് കളിക്കുന്ന വേണം. അല്ലാണ്ട് വെറുതെ ഗ്രൗണ്ടിൽ പോയിട്ട് ഫുട്ബോൾ കളിക്കുന്ന പോലെ ഗോൾ നിന്നിട്ട് കാര്യമില്ല, ബാക്ക് നിന്നിട്ട് കാര്യമില്ല. നന്നായി ഓടി കളിക്കുന്ന ഒരാളാണെങ്കിൽ 1 മാസം കൊണ്ട് 1.5 മാസം കൊണ്ടൊക്കെ ഫിസിക്കലി ഫിറ്റായിട്ട് വരാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യണ പോലെ ഇരിക്കും. നമ്മളവിടെ ചെന്ന് വിചാരിച്ചിട്ട് ഫിസിക്കലി പാസ്സാവണമെന്നില്ല. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ടൊക്കെ കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് പോരുകയാണെങ്കിൽ നമുക്ക് സെറ്റാക്കാൻ പറ്റും. കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫിസിക്കലി ചെയ്യുമ്പോൾ പഠനത്തെ എഫക്റ്റ് ചെയ്യുമെന്ന്. അതതിനെ ഒരു എഫക്റ്റ് ഇല്ല. നമ്മൾ കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് നന്നായി ചെയ്യാനാണ് പറ്റുക. നമുക്ക് പഠിക്കാനായാലും നമ്മൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി മൈൻഡൊക്കെ സെറ്റാക്കി കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ നമുക്ക് പറ്റും. ഫിസിക്കലി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ട് ഒരു 2 മണിക്കൂറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യും, ബോഡി റിക്കവർ ചെയ്യും. പിന്നെ നമ്മൾ സാധാ ചെയ്യുന്ന റൊട്ടീൻ നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ മതി. അല്ലാണ്ട് അതിനായിട്ട് ഇനി വേറെ സ്ട്രെയിനും കാര്യങ്ങളും വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവണമെന്നില്ല. അത് നമ്മൾ കുറച്ചുകൂടി വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റും നമുക്ക്. നമ്മൾ ഇരിക്കണം ഇപ്പോൾ 1 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്ന ആൾക്ക് നമുക്ക് ഒരു 1.5-2 മണിക്കൂറിനൊക്കെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കും. നമ്മളെ ബോഡി അതിനായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും, മൈൻഡ് സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വർക്കൗട്ട് ചെയ്യണതാണ് കുറച്ചുകൂടി നല്ലത്. ഡെയിലി എന്തെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ആവുള്ളൂ, കോൺസെൻട്രേഷൻ വരുള്ളൂ, പഠിക്കാനുള്ളൊരു എനർജി കിട്ടുള്ളൂ. ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ എക്സസൈസൊക്കെ മെയിൻറ്റെയിൻ ചെയ്താലേ നമ്മൾ സെറ്റ് ആവുള്ളൂ. നമ്മളിപ്പോൾ എപ്പോൾ തൊട്ടിട്ട് ഫിസിക്കലി ചെയ്യുകയാണെങ്കിലും ഇപ്പം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ഇന്ന ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അതിന് കഷ്ടപ്പെടുന്നത്, പോലീസിന് വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിന് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടി മാത്രമായിട്ടിട്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പകുതിയാക്കി നിർത്താൻ പാടില്ല. വേറെ കാര്യങ്ങളിലേക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത വേറെ എൻജോയ്മെൻറ്റ് കാണാൻ, കറങ്ങാൻ പോക്ക്, പിള്ളേരായിട്ട് അങ്ങനത്തെ വെള്ളടി പരിപാടി, അതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കി നമ്മളൊരു ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ വല്ല കോഴ്സൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വല്ല കോഴ്സിന് ചേരുകയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അത് പാസ്സായാൽ മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അതുപോലെയാണ് നമ്മൾ ഫിസിക്കലിൻ്റെ കേസും ഈ ജോലിക്കുള്ള കാര്യം. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക മാക്സിമം. പിന്നെ നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം അടുത്ത ദിവസം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. എന്നാലേ നമ്മൾക്ക് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് സെറ്റായി വരുള്ളൂ. അല്ലാണ്ട് നമ്മൾ ആ ഡേറ്റ് ആകുമ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയല്ല. നമ്മൾ ആ ഡേറ്റ് ആവണ വരെ നമ്മൾ ഇനി 1 മാസം കഴിഞ്ഞിട്ട് പാസ്സായി കഴിഞ്ഞിട്ട് ടൈം പാസ്സായി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം, സമയമുണ്ടല്ലോ, 3 മാസം ഉണ്ടല്ലോ, 2 മാസം ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ ആലോചിച്ച് നിൽക്കരുത്. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാസം കൊണ്ട് 2 മാസം കൊണ്ടൊന്നും നിങ്ങൾ സെറ്റായില്ലെങ്കിൽ നിങ്ങൾക്കതൊരു ഭയങ്കര വിഷമമായിരിക്കും. പിന്നത്തെ അടുത്തൊരു ചാൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ 2 കൊല്ലം കഴിഞ്ഞിട്ടോ 3 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോഴേക്കും നിങ്ങളുടെ ഏജ് കവർ ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ മാക്സിമം തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് തിരക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ നോക്കാം മാക്സിമം.